ഇടിവിന അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. MIS എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2018 അതിലെ 3-ാം ഭാഗത്തിലേക്ക് കിടക്കാം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതിയിലേക്ക് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ സി, ഗ്രാമസഭയ്ക്ക്. കേരളത്തിൽ ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ DCP അധ്യക്ഷൻ ഓർ അധ്യക്ഷ ആരാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും അതിലെ ഉദ്യോഗസ്ഥരുടെയും ഭരണനിർവഹണത്തിലെ അഴിമതിയും ദുർഭരണവും അപാകതയും സൂക്ഷ്മാന്വേഷണം നടത്തുന്നതിനുള്ള അർദ്ധ ജുഡീഷ്യൽ സംവിധാനം. ഓംബുഡ്സ്മാൻ. നഗരപ്രദേശങ്ങളിൽ സ്ഥിരതാമസക്കാരായ അവിദഗ്ധ കായികാധ്വാനത്തിന് തയ്യാറുള്ള പ്രായപൂർത്തിയായ അംഗങ്ങൾ ഉൾപ്പെടുന്ന കുടുംബത്തിന് പ്രതിവർഷം 100 തൊഴിൽ ദിനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ഹരിത കേരളം. ചുവടെ തന്നിരിക്കുന്നതിൽ ശുചിത്വ മിഷന്റെ ലോഗോ ഏതെന്ന് തിരിച്ചറിയാൻ. ശുചിത്വ മിഷന്റെ ലോഗോ ഓപ്ഷൻ എ ആണ്. 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷകാഹാര നിലവാരം ഉയർത്തുക, ശരിയായ മാനസിക, ശാരീരിക, സാമൂഹിക വികസനം ഉറപ്പുവരുത്തുക, മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുക, അമ്മമാർക്ക് ആവശ്യമായ പരിശീലനം നൽകുക തുടങ്ങിയ ലക്ഷ്യത്തോടുകൂടി 1975 ആരംഭിച്ചതും ഇപ്പോഴും തുടർന്നു വരുന്നതുമായ പദ്ധതി. സംയോജിത ശിശു വികസന പരിപാടി. മറ്റൊരു പേര് ICDS. താഴെ പറയുന്നവയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതി. RSBY. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള കുറഞ്ഞ പ്രായപരിധി 21 വയസ്സ്. വയോജന പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ളതും എന്നാൽ ലഭിക്കാത്തതുമായ വൃദ്ധജനങ്ങൾക്ക് പ്രതിമാസം 10 കിലോഗ്രാം ഭക്ഷ്യധാന്യം സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതി. അന്നപൂർണ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളുടെ നിരോധനം ഉറപ്പാക്കുന്നത്? ആർട്ടിക്കിൾ 15. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിൽ ആവശ്യപ്പെട്ട്
എത്ര ദിവസത്തിനകം തൊഴിൽ ലഭ്യമാക്കണം? 15 ദിവസത്തിനകം തൊഴിൽ ലഭ്യമാക്കണം. ഐക്യകാല പെൻഷൻ പദ്ധതിയുടെ പഞ്ചായത്ത് തലത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാണ്? വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ. 9ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് കേരള സർക്കാർ പ്രാദേശിക ഭരണ രംഗത്ത് നടപ്പാക്കിയ ആസൂത്രണ നിർവഹണ പ്രക്രിയ. ജനകീയ ആസൂത്രണം. താഴെ കൊടുത്തിട്ടുള്ളതിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചുമതലയായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏതാണ്? ക്ഷേമകാര്യം. സമൂഹത്തിൽ താഴ്ന്ന ജാതിക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നവർക്ക് ആധുനിക രീതിയിലുള്ള ആഭരണങ്ങൾ അണിയുന്നതിനുള്ള അവകാശത്തിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം. കല്ലുമാല സമരം. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിദഗ്ധരും സന്നദ്ധ പ്രവർത്തകരും ഗുണഭോക്താക്കളും അടങ്ങുന്ന തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ ആസൂത്രണ സമിതി. വർക്കിംഗ് ഗ്രൂപ്പുകൾ. ചരക്ക് സേവന നികുതി നിയമം പ്രാബല്യത്തിൽ വന്നത് ഏത് ഭരണഘടന ഭേദഗതിയിലൂടെയാണ്? 101 ഭേദഗതി. ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ താരം? മേരി കോം. FSSAI ലൈസൻസ്, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലൈസൻസ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഭക്ഷ്യ സുരക്ഷ. ഒരാൾ ദീർഘകാലത്തെ ശ്രമഫലമായി ഒരു കണ്ടുപിടുത്തം നടത്തുന്നു. ഈ കണ്ടുപിടുത്തത്തിന്മേൽ അയാൾ അഥവാ അവൾ നേടുന്ന അവകാശം. പേറ്റന്റ്. പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്താൻ പദ്ധതി. ആരോഗ്യ കിരണം. ദാരിദ്ര്യം മൂലം പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ബാലിക ബാലന്മാർക്ക് സഹായം നൽകുന്നതിനു വേണ്ടി VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടത്തിയ യാത്ര. യാചന യാത്ര. ഏകതാ പ്രതിമ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. 54ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? അമിതാവ് ഘോഷ്.